കേരളത്തിന്റെ ഞാൻ സ്കൂളിൽ പോണേ. മോനെ നീ കഴിക്കാനുള്ള ഫുഡ് എടുത്തില്ലയോ? അത് സ്കൂളിൽ നിന്ന് കഴിക്കാം അച്ഛാ. കഞ്ഞിയും പയറും അല്ലേ? കഞ്ഞിയും പയറും. കഞ്ഞിയും പയറും കുടിക്കാല്ലേ പോകുന്ന നീ? ഇന്ന് സ്കൂളിൽ ബിരിയാണിയാ. ബിരിയാണിയോ? ഉച്ചഭക്ഷണമായിട്ടോ? ഇതൊക്കെ എപ്പോ? ഞാൻ ഗൾഫിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കെല്ലാം മാറിയോ? അച്ഛാ ഇപ്പൊ സ്കൂളിൽ ഭയങ്കര സെറ്റപ്പാ. ചില ദിവസങ്ങളിൽ സദ്യ, അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ബിരിയാണി. ഈ സദ്യ എന്നൊക്കെ പറയുമ്പോഴേ സാമ്പാറുണ്ട്, മോരുണ്ട്, പുളിശ്ശേരി ഉണ്ട്, അവിയലുണ്ട്, തോരനുണ്ട്, അച്ചാറുണ്ട്, ഇത്ര കറിയൊക്കെ ഉണ്ട്. ഓ അച്ഛാ ഞാൻ അങ്ങോട്ട് പോയി ബിരിയാണി കഴിച്ചിട്ട് വരാം. അല്ല പഠിച്ചിട്ട് വരാം. നോക്കി പോട്ടോ. ആ ഇടി നിനക്ക് ഓർമ്മയുണ്ടോടി? എന്തുവാ? പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തേ കഞ്ഞിയും പയറൊക്കെ കുടിച്ചത് ഉച്ചക്ക്. ഓർമ്മയുണ്ടോന്നോ? മറക്കാൻ പറ്റുമോ? അന്ന് പാത്രം കൊണ്ടൊക്കെ പോയ ഓർമ്മയുണ്ടോ? എന്തൊരു സൗണ്ടാണ് ഇത്? ബാഗിനകത്ത് പ്ലേറ്റ് സ്പൂണും കിടന്ന കുലുങ്ങത്തില്ലയോ? കുലുങ്ങിയ സൗണ്ട് ഉണ്ടാവും. നിന്റെ വീട്ടുകാരെ സ്കൂളിൽ നിന്ന് കഞ്ഞി കുടിക്കാൻ സമ്മതിക്കത്തില്ലെന്ന് വെച്ച് ഞങ്ങൾ എന്ത് ചെയ്യാനാടാ? ഈടാ എന്നാലേ ഇന്നോട്ട് ഞാനും കഞ്ഞി കുടിക്കാൻ പോവാ. അപ്പൊ നിന്റെ വീട്ടുകാര് എടാ ഈ തട്ടപാത്രത്തിനകത്തില്ലേ ഞാൻ ചോറാണോ കഞ്ഞിയാണോ കഴിച്ചതെന്ന് വീട്ടിലിരിക്കുന്ന അവരെങ്ങനെ അറിയാനാടാ? അപ്പൊ ഈ ചോറെന്ത് ചെയ്യും? ചോറൊക്കെ വേസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള ഐഡിയ എൻ്റെ കയ്യിലുണ്ട്. അമ്മ രണ്ടിന്റെ അച്ചാർ ഒരു 3 എടുത്തോ. എടാ എന്തിനാണ് അച്ചാറ്? അച്ചാറില്ലാതെ കഞ്ഞി കുടിച്ചാൽ ഒരു ഗുമ്മില്ല മോനെ. പൊട്ടിക്കല്ലടാ. എടാ മോനെ, ഓണാകുമ്പോ 5 കിലോ അരി കിട്ടും. അതും പിടിച്ചോണ്ട് സ്കൂളിന്റെ ഫ്രണ്ടിൽ കൂടെ നടക്കുമ്പോൾ ഒരു മാസം ഉണ്ടല്ലോ, അതൊരു വേറെ ലെവലാണ്. എല്ലാം കഴിഞ്ഞിട്ട് ആ 5 കിലോ അരിയായിട്ട് വീട്ടിലോട്ടൊരു പോക്കുണ്ട്. മറ്റേ 1 മാസം സാലറി കിട്ടിയവൻ്റെ കൂട്ട്. ഇതൊരു ഗെറ്റപ്പല്ലേടാ. ആരാടാ പറഞ്ഞത് സ്ട്രൈക്ക് ആകും? നമ്മുടെ കഞ്ഞിപ്പാര പോകാന്നുണ്ടല്ലോ. വേറെ എടുത്തോണ്ട് ചെല്ലണമെന്ന് പറഞ്ഞത് നമ്മളോട്. അഞ്ഞമ്മ വേറെ എടുത്തോണ്ട് വരാ. വയറ് കൂടുതൽ വരണേ. മട്ട ഉണ്ടെങ്കിൽ എനിക്ക് മാത്രം. നിനക്കല്ല, എനിക്കും കൂടെ വേണം. ആ ഞാൻ എഴുതുന്ന നോട്ട് അതേപോലെ പകർത്തി വെച്ചില്ലെങ്കിലാ. ചോദ്യം ചോദിക്കുന്ന കാര്യം ഞാൻ മറന്നിട്ടില്ല കേട്ടോ. ലാസ്റ്റ് 15 മിനിറ്റ് ചോദ്യം ചോദിക്കാൻ വേണ്ടി മാറ്റി വെച്ചേക്കുക. എടാ ഞാനൊന്നും പഠിച്ചില്ലടാ, എനിക്കൊന്നും അറിയത്തില്ല. നീ പേടിക്കണ്ട, ചോദ്യം ചോദിക്കാൻ പോകുന്നില്ല. അതെന്താടാ? എടാ പൊട്ട, കഞ്ഞി കുടിക്കാൻ പോകുന്നവരെ 15 മിനിറ്റ് മുന്നേ വിടത്തിലൂടെ പൊട്ട. അതുകൊണ്ടാ. അപ്പൊ ഇനി ക്വസ്റ്റ്യൻ ചോദിക്കാം. കഞ്ഞി. ഓ കഞ്ഞിക്ക് സമയമല്ലേ? ആ പക്ഷെ ഈ ഉത്തരം പറഞ്ഞു വെക്കോ. ഉച്ചയ്ക്ക് നല്ല വിശന്ന് പൊട്ടിയിരിക്കുമായിരിക്കും. ആ സമയത്തൊരു 12:45 ആകുമ്പോൾ ബെല്ലടിക്കും. പാത്രം എടുത്തോണ്ടൊരു ഓട്ടോ ഉണ്ട്. ഓടി ചെന്ന് കഴിയുമ്പോൾ സാറന്മാര് നല്ല ചൂട് കഞ്ഞി എടുത്തിട്ട് അയ്യോ എനിക്ക് ഈ പാത്രമാ. പ്ലേറ്റിലോട്ട് ഇങ്ങനെ ഒഴിച്ചു തരും. അതിൻ്റെ കൂടെ പയറും കാണും. പാക്കറ്റൊക്കെ നല്ലോണം കഴിക്കണം കേട്ടോ. വേസ്റ്റ് ആക്കരുത്. പയറൊക്കെ നല്ല തേങ്ങ ഇട്ടിട്ടുള്ളതാ. വേസ്റ്റ് ആക്കല്ലേ കേട്ടോ. നട്ടറാ നിന്റെ വായിക്കത്ത് പിന്നെന്തുവാ പറഞ്ഞാ എന്താ എനിക്ക്? കൂട്ടത്തിൽ ഒരു അച്ചാറോടെ മേടിച്ച്. മോനെ, കഞ്ഞി കുടിക്കുന്നതിനൊരു ശാസ്ത്രീയ പരിപാടിയുണ്ട്. ആദ്യം നമ്മുടെ അച്ചാർ വാ കൊണ്ട് തന്നെ പൊട്ടിക്കണം. എന്നിങ്ങനെ എന്നാലേ ആ ടേസ്റ്റ് കിട്ടുന്നു. ഇങ്ങനെ അങ്ങനെ പതിയെ ഇങ്ങനെ കഞ്ഞിയിലോട്ട് പൊക്കി ഒഴിക്കണം. ഒരു പീസ് കിട്ടിയാൽ അത്രയും നല്ലത്. നിന്റെ വീട്ടുകാരെ സ്കൂളിൽ നിന്ന് കഞ്ഞി കുടിക്കാൻ സമ്മതിക്കത്തില്ലെന്ന് വെച്ച് ഞങ്ങൾ എന്ത് ചെയ്യാനാടാ? എന്നാലേ ഇന്നോട്ട് ഞാനും കഞ്ഞി കുടിക്കാൻ പോകും. എന്നിട്ട് കുറച്ച് പയറിങ്ങനെ എടുക്കുക, ആ കഞ്ഞിയിലോട്ട് ഇടുക, എന്നിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ
അയറില്ല, അയർ വീട്ടിൽ പോയി കഴിച്ചാൽ അയറില്ല. ഇവിടെ ഇച്ചിരി പയർ. ആദ്യം കഞ്ഞി കൊടുത്തവർക്കുണ്ടല്ലോ പയർ കൊടുക്കട്ടെ, എന്നാലും ലാസ്റ്റ് ഉണ്ടെങ്കിൽ തരാം. സാധനം കുറവാ, അതുകൊണ്ടാ. ഇവിടെ മാറിയിരിക്കും, തോരൻ മാത്രമായിട്ട് വരുവാ. നല്ല ടേസ്റ്റ് ഉണ്ടറാ. ഇങ്ങനെ ഞാൻ ഇന്ന് ഇവിടുന്ന് കഞ്ഞി കുടിക്കുന്നുള്ളൂ. എന്നും കുടിച്ചാലേ ഇതങ്ങ് മടുക്കും. വല്ലപ്പോഴേ കുടിക്കാവുള്ളൂ. എന്താടാ ഇരുന്നിരുന്ന് കുടിച്ചാൽ കിടന്നാന്ന് കുടിക്കുന്നത്? സാറേ പയർ ഇച്ചിരി ഉണ്ട് ബാലൻസ് ആയിട്ട് കൊടുക്കാന്. സ്റ്റാഫ് റൂമിലോട്ട് വെക്കും, വീട്ടിൽ കൊണ്ടുപോകും. ആരുടെ വീട്ടിൽ? കുറച്ച് എൻ്റെയും. കഞ്ഞിരിപ്പുണ്ടോ? കഞ്ഞി സെറ്റാക്കാം, പക്ഷെ പയറിനൊരു ഇച്ചിരി സമയം എടുക്കും. ഞാൻ ആ സമയം കൊണ്ട് പോയിട്ട് അച്ചാർ മേടിച്ചിട്ട് വരാം. അല്ല, അച്ചാർ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. പാക്കറ്റ് അച്ചാർ. നൊസ്റ്റാൾജിയ. ഞാൻ വരാം. ഇപ്പോഴത്തെ പയറുണ്ട് കേട്ടോ. ഓക്കേ. അയ്യോ പല്ല് പോവും, പ്രഭുലാന്നേ. നല്ല ടേസ്റ്റ് ഉണ്ടറാ. ഇങ്ങനെ ഞാൻ ഇന്ന് ഇവിടുന്ന് കഞ്ഞി കുടിക്കുന്നുള്ളൂ.